കഴിഞ്ഞ ദിവസം നമ്മുടെ നാട്ടിലെ കോഴിക്കോട് ജില്ലയിലെ മേപ്പയൂരിൽ നടന്ന ഒരു വിവാഹ ഘോഷയാത്ര എന്ന് പറയാം, കല്യാണ ചെറുക്കനെയും കൊണ്ടുള്ള ഒരു എഴുന്നള്ളത്തുണ്ടായിരുന്നു. ഒരു നമ്മൾ കൊട്ടിക്കലാശത്തെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ കുറേ വണ്ടിയും വാഹനങ്ങളുമായി റോഡ് തടഞ്ഞുകൊണ്ട് കുറേ എണ്ണം നടത്തുന്ന കോപ്രായം. ഇത് സത്യം പറഞ്ഞാൽ ഇതൊന്നും നമ്മുടെ നാട്ടിലെ നിയമപാലകന്മാരൊന്നും കാണുന്നില്ലെന്നാണ് എൻ്റെ ഒരു സംശയം. ഇത് കണ്ടിട്ട് എത്രയോ മനുഷ്യർ റോഡ് ബ്ലോക്ക് കിടക്കുകയാണ്. എല്ലാവരും ഇവന്മാർ ആഘോഷിക്കുകയാണ് ഒരുത്തൻ്റെ കല്യാണം. അതായത് നമ്മളൊക്കെ വളർന്നു വന്നത് ഒരു നീതിന്യായ ബോധമുള്ള പൗരന്മാരാണ്. അതെ, അതുകൊണ്ട് തന്നെ റോഡിലൊക്കെ ഇറങ്ങിയ നമ്മളൊക്കെ കൃത്യമായ നിയമം പാലിച്ച് വാഹനം ഓടിക്കുന്നവരും സഞ്ചരിക്കുന്നവരുമാണ്, അല്ലേ? അതെ. എന്നാൽ നിലവിലുള്ള യുവത്വത്തിന് ഈ രാജ്യത്തെ നിയമവ്യവസ്ഥ എന്താണെന്നറിയില്ല. ഈ രാജ്യത്ത് എന്തൊക്കെയാണ് നമ്മൾ പാലിക്കപ്പെടേണ്ടത്, നമ്മുടെ കടമകളും കർത്തവ്യങ്ങളും അറിയില്ല. ഈ രാജ്യം നമുക്ക് തന്നിരിക്കുന്ന അവകാശങ്ങളും ഭരണഘടനാപരമായിട്ടുള്ള നമ്മുടെ സ്വാതന്ത്ര്യങ്ങളും എന്താണ്, മാത്രമല്ല അവർ തെറ്റ് ചെയ്താൽ അതിന്റെ ഭവിഷ്യത്ത് എന്താണെന്നുള്ള അതും അവർക്ക് അറിയില്ല. അപ്പോൾ അവരൊക്കെ ഒരു റീൽസ് യുഗത്തിൽ ജീവിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ അറിയാം, ഇപ്പോഴത്തെ ഏറ്റവും വലിയ കോമൺ ട്രെൻഡുണ്ട്. അത് ഒരു പരിധി വരെ നമ്മൾക്ക് പ്രോത്സാഹിപ്പിക്കാം, പക്ഷെ പിന്നീട് അത് അങ്ങോട്ട് പറ്റില്ല. എന്താണെന്ന് ചോദിച്ചാൽ എന്ത് നടന്നാലും ഉടനെ ഒരു മൊബൈൽ ഫോൺ എടുത്ത് ലൈവ് ഇടുക, അല്ലെങ്കിൽ റീൽ എടുക്കുക എന്നുള്ള ഇതുമായിട്ട്. ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ മുമ്പിലാണെങ്കിൽ ചെന്ന് സംസാരിക്കും, ഇതും പിടിച്ചു, സാർ എന്തിനാ എന്നെ കൈ കാണിച്ച്, എന്തിനാ സാർ എന്നെ കൈ കാണിച്ച്, സാർ എന്താ, എനിക്കെന്താ കുഴപ്പം, സാർ സീറ്റ് ബെൽറ്റ് ഇടണോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു പരിപാടി. അവർ ഉദ്യോഗസ്ഥർ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലായിരിക്കാം, ഇല്ലേ? അത് നമുക്ക് ചൂണ്ടിക്കാണിക്കാം. പക്ഷേ നിങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് വരുത്തിയതിന് ശേഷം നിങ്ങൾ നിയമപാലകരായിട്ടുള്ള ഉദ്യോഗസ്ഥരെടുത്ത് ചെന്ന് അവരെ നിയമം പഠിപ്പിക്കാൻ പോകുന്ന ഒരവസ്ഥ. അവർ പാവങ്ങൾ ഭയന്നാണ് ഇരിക്കുന്നത്. എന്താണെന്നറിയാമോ? ഇവിടെ ഭരിക്കുന്ന CPM ഇവൻ വല്ല CPM ലോക്കൽ സെക്രട്ടറിയുടെ മോനോ സെക്രട്ടറിയുടെ വകയിൽ അളിയനോ വല്ലോ ആണെങ്കിൽ അവന്റെ പണി. ഈ കോഴിക്കോട് കല്യാണം നടത്തിയ ഇവന്റെ കൂടെയുള്ള സംഘങ്ങൾ ഇവർ കൂലിക്കെടുത്ത മറ്റേ ഇവന്റ് മാനേജ്മെന്റുകാരാണോ അതോ വേറെ വല്ലവരാണോ അറിഞ്ഞു, ബന്ധുക്കളാണോ അറിഞ്ഞൂടാ. എന്തായാലും ഒരേപോലത്തെ കാറ്, ഒരേ കോട്ട്, എല്ലാ കാറിന്റെ ടോപ്പ് ഇളക്കി വെച്ചിട്ട് അവൾ കരുതുന്നുണ്ട്, ബഹളം വയ്ക്കും, തല വെളിയിലിട്ടുകൊണ്ട് ബഹളം വയ്ക്കും. അതിനകത്തൂടെ നിർത്താം, ഡ്രൈവിംഗ് സീറ്റിലൂടെ എല്ലാ വിൻഡോകളിലൂടെയും 4 പേര് പുറത്തേക്കാണ്. ഇത് എന്താണ്? നമ്മുടെ സമൂഹത്തിന് തലയ്ക്ക് വെളിവില്ല, യുവാക്കൾക്ക് തലയ്ക്ക് വെളിവില്ലാത്ത അവസ്ഥയിലേക്ക് വന്നു. അതെന്താണ്? ഇത് മരുന്നടിച്ചവന്മാരാണോ അതോ ഒരു വീട്ടിൽ ചോദിക്കാനും പറയാൻ ആളില്ലാത്തതാണോ സംശയമുണ്ട്. ഇവന്മാരൊക്കെ അച്ഛനും അമ്മയൊന്നും കാണുന്നില്ലെന്നാണ് നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത്. അതാ ഇത് അവർ പ്രോത്സാഹിപ്പിക്കും, എൻ്റെ മോൻ്റെ കലാപ്രകടനം കണ്ടെന്നുള്ള ചിന്തിക്കുന്നത്. ഇതിനകത്ത് നമ്മൾ പറയാമല്ലോ, നമ്മളിപ്പോൾ പറഞ്ഞാൽ നമ്മളെ ചീത്തയൊക്കെ വിളിക്കും, നാട്ടുകാരിപ്പം തെറി വിളിക്കാൻ ആൾ വരും, അത് വേറൊരു സത്യം. എങ്കിലും നമ്മൾ പറയാതിരിക്കുന്ന സമീപ ഭാവിയിൽ ഇറങ്ങുന്ന സിനിമകളിലൊക്കെ ഇത്തരം രംഗങ്ങളുണ്ട്. ഈ രംഗങ്ങൾ ഇവരെ അനുകരിക്കും. എടാ, ആ സിനിമയിൽ കാണിക്കുന്ന ഗ്യാങ് മാത്രമല്ല, ഞങ്ങളും ഇത് ചെയ്യും. പിന്നെ സോഷ്യൽ മീഡിയയുടെ അമിതമായ സ്വാധീനവും ഉപയോഗവും. നമുക്ക് സോഷ്യൽ മീഡിയ, ഇപ്പം നമ്മൾ ഈ പറയുന്ന നമ്മൾ പോലും സോഷ്യൽ മീഡിയയിൽ ഇഷ്ടം പോലെ സമയം ചെലവഴിക്കുന്ന ആൾക്കാരാണ്, അല്ലേ? അപ്പോൾ ഈ സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗവും ഈ സിനിമകളിലെ ഈ ഒരു ഇതുമൊക്കെ കണ്ട്, പിന്നെ സോഷ്യൽ മീഡിയയിൽ വേറെ വിഷയം ഇപ്പോൾ ഉള്ളത്, വൃത്തികേട് കാണിക്കുന്നവനാണ് മഹാനെന്ന തരത്തിലേക്ക് വന്നിരിക്കുന്നത്. അവൻ പെട്ടെന്ന് സെലിബ്രിറ്റി ആവും. ഒരുത്ത പരമാവധി വൃത്തികേട് വായത്തോന്നെ വിളിച്ച് പറയുകയും വൃത്തികേട് കാണിക്കാൻ ചെയ്ത് കഴിഞ്ഞാൽ അവൻ സെലിബ്രിറ്റിയാണ് പറ്റുന്നത്. കഴിഞ്ഞിടയ്ക്ക് ഒരു വൈറലായ ഒരു ലീഡർ, ഒരു പെണ്ണ് ഇങ്ങോട്ട് വരുന്നു, എനിക്ക് പൊതുസ്ഥലത്ത് മൂത്രം ഒഴിക്കണം, ഞാൻ എല്ലാവരും കാണാൻ മൂത്രം ഒഴിക്കും, പോയിരുന്നു മൂത്രം ഒഴിക്കുക. പൊതുസ്ഥലത്ത് മൂത്രം ഒഴിക്കുക, മുറുക്കി തുപ്പുക ഇതെല്ലാം നിയമവിരുദ്ധമാണ്. പുകവലിക്കുക, പിന്നെ മുറുക്കാൻ ചവച്ചിട്ട് തുപ്പുക, ഇതൊക്കെ നിയമവിരുദ്ധമാണ്. പക്ഷേ ഞങ്ങൾ ആ നിയമം ലംഘിക്കുകയാണ്. ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹത്തിൽ പോയി ഉപ്പുണ്ടാക്കിയത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടിയാണ്. ഇവർക്കെന്തിനാ ഇത് സ്വാതന്ത്ര്യം കൂടിപ്പോയിട്ടുള്ള കുഴപ്പം? അതാണ് പിന്നീട് ഇവർ പലരുടെയും സ്വകാര്യ ജീവിതം പിന്നീട് വലിയ ദുരന്തങ്ങളായി മാറുന്നത്. നമ്മൾ തന്നെ ആ വാർത്ത കൊടുക്കേണ്ടി വരുന്നത് ഇതുകൊണ്ട് തന്നെ. കഴിഞ്ഞ ദിവസം തന്നെ കണ്ടില്ലേ, ഒരു റീൽസുകാരിയാണ് സ്വന്തം ഭർത്താവ് കുത്തി കൊന്നു. അതൊക്കെ സംശയമാണ്. കാരണം ഇവിടെ 24 മണിക്കൂർ റീൽസാണ്, ഇവിടെ സോഷ്യൽ മീഡിയയിലാണ്. ഈ റീൽസുകാർ സുഹൃത്തുക്കൾ വിളിക്കുന്നത് സ്വാഭാവികമാണ്. ആ ചെറുപ്പക്കാരെ സംശയിക്കുന്നു, എൻ്റെ ഭാര്യയ്ക്ക് വേറെ ബന്ധമുണ്ടെന്ന് സംശയിക്കുന്നു. ആ സംശയം അയാൾ സ്ഥിരീകരിക്കുന്നതിന് മുമ്പ് തന്നെ അയാൾ സ്ഥിരീകരിച്ചോന്ന് നമുക്കറിയില്ല, അയാൾ കൊന്നുകളയുന്നു. അപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹം മുന്നോട്ട് പോകുമ്പോൾ അതിനകത്ത് നമ്മൾ പറയണം, ടോമിൻ തച്ചങ്കരി എന്ന് പറയുന്ന ഇവിടുത്തെ സീനിയർ IPS ഉദ്യോഗസ്ഥൻ, മുതിർന്ന IPS ഉദ്യോഗസ്ഥൻ, വിരമിച്ചയാളാണ്. അയാൾ ഇപ്പോഴും ഇല്ല ആനപ്പുറത്ത് കയറിയതിൻ്റെ തഴമ്പ് അമ്മാവനുണ്ടോ എന്ന് ചോദിച്ചതുപോലെ ഇയാളുടെ ആ സർവീസിൽ ഇരുന്നപ്പോഴത്തെ തഴമ്പ് പോലെ ഇയാൾ ഇപ്പോഴത്തെ കാറെ കയറ്റി ഔദ്യോഗിച്ച് 3 വർഷമായി റിട്ടയർ ചെയ്തിട്ട് ഇപ്പോഴും കാറിൽ 3 സ്റ്റാറും വെച്ച് നടക്കേണ്ടി 250 രൂപ ഫൈൻ ആകെ കൊടുത്തു. DGP ആണ്. ഇപ്പം നമ്മൾ പറയുമ്പോൾ കേട്ടണം, പുതിയ തലമുറയിലെ നിയമം ലംഘിക്കുന്ന കുഞ്ഞുങ്ങളെക്കുറിച്ച് പറയുമ്പോഴാണ് നമ്മൾ ഇയാളെ പോലുള്ളവരെയും പറയേണ്ടത്. അവരായിരിക്കും നമ്മൾ പറയേണ്ടതുണ്ട്. സർവീസിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ട് ഈ വേഷം, ഇവർക്ക് പലർക്കും ഈ റിട്ടയർ ചെയ്താലും സ്ഥാനം വേണമെന്ന് ആഗ്രഹം കാണുമല്ലോ. ഹാങ് ഓവറുണ്ട് പലർക്കും. ഈ തച്ചങ്കരിക്ക് ഏതായാലും റിട്ടയർ ചെയ്തിട്ട് പിന്നെ സ്ഥാനമൊന്നും കിട്ടില്ല. അദ്ദേഹം ചോദിക്കാത്തതാണോ കൊടുക്കാത്തതാണോ എന്നറിയില്ല. പക്ഷേ പലർക്കും ഈ IAS-കാർക്കും IPS-കാർക്കും ഒക്കെ തന്നെ എത്ര രാജ്യത്തെ സേവിച്ചാലും അവർക്ക് തൃപ്തി വരില്ല. വീണ്ടും കാറ് വേണം, വീണ്ടും ഔദ്യോഗിക കാറ്, വീണ്ടും പ്രസിഡന്റ് സ്റ്റാഫ്,
ഇതൊക്കെ വെച്ച് ഇവരിങ്ങനെ അങ്ങ് പോവുകയാണ്. അതിനുവേണ്ടിയാണ് ഇവർ ഈ അഴിമതി കാണിക്കുന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ഒപ്പം ചേർന്ന് ഇവർക്ക് വിശ്രമ ജീവിതത്തിൽ ഇവർക്ക് സർക്കാർ പ്രൊട്ടക്ഷൻ വേണം. ഇപ്പം നമ്മുടെ പഴയ ബെഹ്റയ്ക്കൊക്കെ കൊടുത്തതുപോലെ ഓരോരുത്തരെയും പഴയ ആൾക്കാരെ ഓരോരുത്തരും ഇപ്പം രമണ ചന്ദ്രശേഖരൊക്കെ കാലാവധി കഴിഞ്ഞ DGP-മാരാണ്. അല്ല, ഒരിക്കലും സെനറ്റ് ആൾ കുറേ വർഷം മുമ്പ് ഒരു പരിപാടി ചെയ്യാൻ പോയപ്പോൾ ചെന്നപ്പോൾ അവിടെ ഒരു സ്ത്രീ ആകെ ഫോൺ വിളിച്ച ആകെ അസ്വസ്ഥത ബഹളം വയ്ക്കുന്നത്. അവരാരെന്ന് എനിക്കറിയില്ല. അപ്പോൾ അവർ പറയുന്നുണ്ട്, ഞാൻ സോൻസോ ഒരു IAS കൺഫേർഡ് IAS ഉദ്യോഗസ്ഥൻ്റെ ഭാര്യയാണ്, കസേര എവിടെ നിന്നാണ് ചോദിക്കുന്നത്. ഒരു സംഘടന വിളിച്ചിട്ട് കസേര ഉണ്ട് അവിടെ, പക്ഷേ ഇവർക്ക് അവിടെ ഇരുന്നാൽ പറ്റില്ല, ഇവർക്ക് ഫ്രണ്ടിൽ നിന്നിരിക്കണം. ഫ്രണ്ടിൽ എനിക്ക് തോന്നുന്നത് വേറെ VIP ആരൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ പുള്ളിക്കാർ ബഹളം വയ്ക്കാം, ഞാൻ മറ്റേ IAS-ൻ്റെ ഭാര്യയാണ്, ചെയർ എവിടെ, എൻ്റെ കസേര എവിടെ, എനിക്ക് ഫ്രണ്ടിൽ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇവർ ഏതോ ഒരാളിനോട് സംഘടന ബഹളം വയ്ക്കുകയാണ്. ഇതാണ് അവസ്ഥ. ഇവരെ കൊണ്ടുള്ള ശല്യം ഒരു വശത്ത്, ഇവരുടെ കുടുംബങ്ങളെ കൊണ്ടുള്ള ശല്യം വേറൊരു വശത്ത്. ആനയും പേടിക്കണം, ആന പിണ്ടത്തെ പേടിക്കണം. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് നിയമലംഘനങ്ങൾ. ഇപ്പം ടോമിൻ തച്ചങ്കരി എന്ന് പറയുന്ന ആൾക്ക് നിയമം അറിയാൻ വേണ്ടില്ല, മറന്നുപോയതാണെന്നാ പുള്ളി പറഞ്ഞു. ഇത്രയും നാളായിട്ട് മറവി രോഗമായിരിക്കും. അങ്ങനെയാണ് നമ്മൾ ചില ആൾക്കാരുണ്ട്, നമ്മൾ പുതിയ കാറ് മേടിച്ചാൽ 3 കൊല്ലം 4 കൊല്ലം ആ പ്ലാസ്റ്റിക് അതിനകത്ത് കിടക്കും. ഏതാ സീറ്റിലെ പ്ലാസ്റ്റിക്. ഇത് പുതിയതാണെന്ന് കാണിക്കാൻ വേണ്ടി, അല്ലാതെ മാറാൻ കാശുണ്ടായില്ലാതെ വീട്ടിൽ കസേര ഇതുപോലെ. അതെ, ഡൈനിങ് ടേബിളിലൊക്കെ പ്ലാസ്റ്റിക് ഇട്ടിരിക്കും. എന്നിട്ട് എല്ലാവരും നമ്മൾ ചില കാറിലൊക്കെ നമ്മൾ കയറുമ്പോൾ നമ്മൾ ചോദിക്കും, ഇത് കളയാറായില്ലയോ? ഓ ഇല്ല, കിടക്കട്ടെ, പുത്തനാണെന്ന് പുറമെ പിന്നെ നമ്പർ വെക്കാതെ നടക്കുന്ന പരിപാടിയുണ്ട്. അല്ല, ഈ പുതുതലമുറയുടെ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്, ഞാൻ താമസിക്കുന്ന സ്ഥലത്ത് പഴയ ഒരുപാട് ഈ അമ്മ വീടുകളുണ്ട്. അവിടെ ഈ പ്രീ വെഡ് ഷൂട്ടുണ്ട്. രാവിലെ പ്രീ വെഡ് ഷൂട്ട് ഉണ്ടാവും. വളരെ വിചിത്രമായ കാഴ്ച. ചില സമയങ്ങളിൽ നാട്ടുകാരൊന്നും ഓടിച്ചിട്ടുണ്ട് ഈ പ്രീ ഷൂട്ടുകാർ പരിധി ലംഘിക്കുമ്പോഴേ. കാരണം ഒരു മര്യാദക്ക് ആളിലൊക്കെ രാവിലെ പിള്ളേരെയും കൊണ്ട് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന സ്ഥലത്ത് ഇതുങ്ങളൊന്ന് കാണിക്കുന്ന കോപ്രായങ്ങൾ. സേവ് ദ ഡേറ്റ്. ഇവർക്ക് മുറി കഥവാണെങ്കിൽ ഹോട്ടൽ മുറി എടുത്തിട്ട് കഥ പൂട്ടിയിട്ട് ഇത് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. അവർക്ക് അതിന് പകരം റോഡിൽ ഇറങ്ങി നാട്ടുകാരെ മുമ്പ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ജഗതി താളവട്ടത്തിൽ പറഞ്ഞോളൂ, യൂക്കാലിപ്റ്റസ് മരങ്ങൾക്കിടയിൽ നിൽക്കുന്ന 2 യുവ മിഥുനങ്ങൾ എന്ന് പറഞ്ഞാൽ ഈ കടൽ തീരത്ത് അല്പവസ്ത്രം ധരിച്ച് നടക്കുന്ന 2 യുവ മിഥുനങ്ങൾ കടലിനകത്ത് കടന്ന് ഉരുളുന്നു. അപ്പൊ ഇതിന്റെ ഒരു തുടർച്ചയാണ് ഈ വിവാഹ ആഘോഷങ്ങളിൽ. മാത്രമല്ല വിവാഹാഘോഷങ്ങളിൽ വേറെ പരിപാടികളുണ്ട്. ഇപ്പോഴും കല്യാണ പെണ്ണെ ചെറുക്കനെ ഉപദ്രവിക്കുക എന്നുള്ളതുകൊണ്ട് അവരുടെ സുഹൃത്തുക്കളിൽ കുറെ പേര് വന്നിട്ട് ഈ സമീപഭാവിയിൽ സമീപഭാവിയിൽ ഏറ്റവും കൂടുതൽ കേസെടുത്തത് JCB-യുടെ ബക്കറ്റിനകത്ത് കയറി നിന്നേനാ. അതെ, കല്യാണ പെണ്ണിനെ ചെറുക്കനെയും JCB-യുടെ ബക്കറ്റിനകത്ത് ഇരുത്തി കൊണ്ടുവരും. ഇവന്മാർ ഓളമല്ലേ, ഈ സമയത്ത് ഇത് ആരും അറിയത്തില്ല. പക്ഷേ ഇവന്മാർ ഇത് ഷൂട്ട് ചെയ്ത് ഇതിനകത്തിടും, വൈറലാകും, MBD പൊക്കും. അതാണ്. പിന്നെ വണ്ടിയുടെ ഫ്ലൂട്ട് കട്ട് ചെയ്യുക, അത് പണ്ടേ ഉള്ള സോക്കേടാണ്. ഞങ്ങളൊക്കെ പഠിക്കുമ്പോഴും ഉണ്ട് ഈ സംഭവം. പക്ഷേ അത് അന്ന് ഈ ബുള്ളറ്റിൻ്റെയൊക്കെ സൈലൻസർ മാറ്റിയിട്ട് ജെറ്റ് എന്ന് പറഞ്ഞൊരു സാധനം വെക്കും. ഇത് വെച്ച് കഴിയുമ്പോൾ ഇത് പിന്നെ പെട്ടപ്പെട്ട കാതടപ്പിക്കുന്ന ശബ്ദമാണ്. ഇതൊന്നും അന്ന് ആരും പോലീസ് പിടിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ വാഹനങ്ങൾ നിരത്തിൽ കുറവാണ്. ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോൾ മിക്ക വാഹനങ്ങൾ ഒന്നേ ഇവന്മാർ നമ്പർ പ്ലേറ്റ് വളച്ചു വെക്കും, അല്ലെങ്കിൽ ഇവന്മാർ ഇതിൻ്റെ ഫ്ലൂട്ട് കട്ട് ചെയ്തിട്ട് മിന്നൽ പോലെ വരും. അല്ല, ഈ ആ വിഷ്വലിൽ കാണുമ്പോൾ നമുക്ക് ഈ കോഴിക്കോട്ടെ കല്യാണ ഘോഷയാത്ര പോകുന്ന വഴിക്ക് കല്യാണ ചെറുക്കൻ സഞ്ചരിക്കുന്ന വാഹനത്തിന്റെ മേൽക്കൂര ഇടയ്ക്ക് അടയുകയും തുറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. കൂടിയ ആഡംബരക്കാരാണത്. ഇത് സ്വന്തമായാണോ വാടകയ്ക്ക് എടുത്താണെന്ന് അറിഞ്ഞൂടെ. ഏതായാലും മിനിമം ഈ പോണ ഇതിനൊക്കെ കഴിക്കാൻ പോണ കല്യാണ ചെറുക്കൻ്റെ പെണ്ണിൻ്റെയൊക്കെ അച്ഛനമ്മമാരെങ്കിലും അതിൻ്റെ അടുത്ത ബന്ധുക്കളെങ്കിലും ശ്രദ്ധിക്കേണ്ടതാണ്. നാട്ടുകാർ ശല്യം ഉണ്ടാക്കിയിട്ടില്ല അവർ കല്യാണം കഴിക്കാൻ പോകും. അത് ഒരേ നിറത്തിലും ഒരേ തരത്തിലും ഉള്ള കാറുകൾ 5-6 ഉണ്ട്. ഇവന്റ് മാനേജ്മെന്റ് ആയിരിക്കാം. കാരണം എല്ലാവരും കോട്ട് ഈ ബഹളം കാണിക്കുന്നവന്മാരെ ഇട്ടേക്കുന്ന ഒരേ നിറത്തിലുള്ള കോട്ട്. ഒരു കോട്ടിന്റെ വില നമുക്കറിയാം എത്രയാവുന്നുണ്ട്. അപ്പോൾ ഇത്രയും കോട്ട് വാടകയ്ക്ക്. പിന്നെ മാത്രമല്ല ഇവന്റ് മാനേജ്മെന്റുകാർ ഇത് മൊത്തം എത്തിച്ചു കൊടുക്കും. ഈ സുഹൃത്തുക്കൾക്കുള്ളതും അവർക്കുള്ളതും ഇവർക്കുള്ളതും. പിന്നെ ഈ വിചിത്രമായ ആചാരങ്ങളുണ്ട്. ഈ ചെറുക്കനെ പെണ്ണെ കൊണ്ട് സൈക്കിളിൽ ഓട്ടിക്കുക, അതുപോലെ വെയിലത്ത് നടത്തിക്കുക, പച്ചമുളക് തിന്നുക, അതിന് ഫസ്റ്റ് നൈറ്റിൽ പിന്നെ ഗുണ്ടെറിഞ്ഞ് പൊട്ടിക്കുക, ഇങ്ങനെയൊക്കെയുള്ള അതിവിചിത്രമായ ആചാരങ്ങൾ. അപ്പം ഇതാരും വേറെ ആരും കല്യാണം കഴിച്ചിട്ടില്ലാത്ത പോലെയാണ് ഇപ്പം നടക്കുന്നത്. പിന്നെ പെണ്ണും ചെറുക്കനും കൂടി വൈകിട്ട് വന്നവരെ പെഗ്ഗടിക്കുക, അങ്ങനെയുള്ള പരിപാടിയുണ്ട്. പിന്നെ എന്താ, വേദിയിൽ ഡാൻസ്, വേദിയിൽ കല്യാണ പെണ്ണും ചെറുക്കനും ഒക്കെ നല്ലതാണ്, വളരെ നല്ലതാണ്. പെണ്ണിൻ്റെ അച്ഛനും അമ്മയും ഡാൻസ് കളിക്കുന്നു, ഒരു പാട്ട് പാടുന്നു, ഒക്കെ നല്ലതാണ്. പക്ഷേ ഇമാതിരി റോഡിലിറങ്ങി ഈ കോപ്രായം കാണിക്കരുത്. ഇത് ആളുകൾ സഞ്ചരിക്കാനുള്ളതാണ് ഈ റോഡ്, അല്ല യുവമാരൊക്കെ കോപ്രായം കാണിക്കാനുള്ള റോഡ്. ഇത് നമ്മൾ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം, പുതുതലമുറ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ നിയമങ്ങൾ നമുക്കുണ്ട്, ആ നിയമങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുക. എന്തെങ്കിലും ഒരു നിയമലംഘനം എപ്പോഴാണ് വലിയ കുറ്റകൃത്യമായി മാറുന്നതെന്ന് ചോദിച്ചാൽ അതുപോലൊരു ദുരന്തം എന്തെങ്കിലും അത് ഇവർക്ക് അറിയില്ല. പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടില്ല, ഒരിക്കൽ ഒരു കോടതിയിൽ ഒരുത്തൻ കയറി വന്നിട്ട് കൂട്ടുകയറ്റി നടത്തി ജഡ്ജി വന്ന് കേസ് തുടങ്ങാൻ പോകണം, ഫോൺ ബെല്ലടിക്കുകയാണ്. മൊബൈൽ സൈലന്റ് ഇടണമെന്നുള്ള കാര്യം പോലും അയാൾക്ക് അറിയില്ല. ഇവൻ ഫോൺ എടുത്ത് സംസാരിക്കുകയാണെന്ന് അവിടെ നിന്നുണ്ട്, ആ കൂട്ടിന്നുണ്ട്. അപ്പോൾ അത് അറിയില്ല. മാപ്പ് പറയാൻ പറഞ്ഞപ്പോൾ എങ്ങനെ മാപ്പ് പറയണമെന്ന് പറഞ്ഞിട്ടാ, സോരടാന്ന് വേണമെങ്കിൽ മെസ്സേജ് ഇടാനായിരിക്കും ചിലപ്പോൾ. അതല്ലാതെ ഈ കോടതിയിൽ മുമ്പേ ഈ അബദ്ധം കാണിച്ചിട്ടേ നമുക്ക് സാധാരണഗതിയിൽ നമുക്ക് ധാരണയില്ല കോടതിക്കാർ മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള കാര്യമൊക്കെ.
അതുപോലെ ഇവർക്ക് പക്ഷേ ഈ ഇത്തരം പരിപാടികൾക്ക് നല്ല കനത്ത പിഴ ഈടാക്കും. അതാണ് എപ്പോഴും ഇത് ചെറുപ്പക്കാരല്ലേ പോട്ടെ എന്ന് പറഞ്ഞ് ക്ഷമിക്കുന്നിടത്താണ് ഇതിൻ്റെ പ്രശ്നം. 2-3 പേർക്ക് നല്ല ശിക്ഷ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവർ നിർത്തിക്കൊള്ളൂ. അതാണ് വേണ്ടത്. മോട്ടോർ വാഹനം അതങ്ങനെ മോട്ടോർ വാഹനത്തിൻ്റെ തലപ്പത്തിരുന്ന ആളായിരുന്നു ടോമിൻ തച്ചൻ. ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് അവർ. പിന്നെ ഗണേഷ് കുമാറിന്റെ ലൈസൻസ് കിട്ടിയത് 17 വയസ്സായപ്പോഴാണെന്ന് പറയുന്നു. ഇത്രയും വാചകം അടിച്ച് ചൊക്കളോതി അടിച്ച് പോകുന്ന ഗണേഷ് കുമാറിന് കിട്ടിയത് ഇങ്ങനെയാണ്. അദ്ദേഹം നിയമലംഘനം നടത്തിയെന്നാണ് ഇതിനകത്ത് പറയുന്നത്. എന്തായാലും ഈ മോട്ടോർ വാഹന വകുപ്പായാലും പോലീസായാലും അതിലുപരി വീട്ടിലിരിക്കുന്ന രക്ഷകർത്താക്കൾ എല്ലാവരും ചേർന്ന് ഇത്തരം പ്രവണതകൾ തീർക്കാനുള്ള ഒരു നടപടിയാണ് ഉണ്ടാവേണ്ടത്.